എല്ലാവർക്കും മലയാളി കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച കടലക്കറിയാണ്. ഇത് നമുക്ക് വെള്ളയപ്പം, പത്തിരി, പുട്ട് എന്നിവയുടെ കൂടെ കഴിക്കാം. വറുത്തരച്ച കടലക്കറിയിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ്: 250 ഗ്രാം കടല തലേദിവസം കഴുകി ഒരു കപ്പ് വെള്ളത്തിൽ കുതിരാൻ ഇട്ട് വെക്കണം. പിന്നെ ഇതിലേക്ക് മുക്കാൽ മുറി നാളികേരം വേണം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഏതെങ്കിലും പാചക ഓയിൽ, വെളിച്ചെണ്ണ, റൈസ് ഓയിൽ എന്തെങ്കിലും. പിന്നെ ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില, പെരിഞ്ചീരകം, പച്ചമുളക്, ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യം വേണ്ടത്. ഇനി നമുക്ക് കടല വേവിക്കാം. കുക്കറിൽ കടലയ്ക്ക് 12 വിസിലിൻ്റെ വേവുണ്ട്, നല്ല വേവുണ്ട് കടലയ്ക്ക്. അത് കാരണം നമുക്ക് വെള്ളം പോരങ്ങ് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഈ സ്പൂൺ കൊണ്ട് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് കടല ഒരു 12 വിസിൽ വരുത്ത്. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് പാചക എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നാളികേരം, വറുക്കാനുള്ള നാളികേരം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചുവന്നുള്ളി ഒരു 4 എണ്ണം അരിഞ്ഞിടാം. തീ ഫ്ലെയിം കുറച്ച് വെക്കണം. ഒരു 4-5 കള വെളുത്തുള്ളി അരിഞ്ഞിടണം. ഇനി ഒരു 1/2 സ്പൂണ് പെരിഞ്ചീരകം ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇടും. എന്നിട്ട് നാളികേരം മൂപ്പിക്കണം. ഇപ്പം നാളികേരം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫാക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/4 സ്പൂണ് മുളകും പൊടി മതി. പിന്നെ ഒരു 2.5 സ്പൂണ് മല്ലിപ്പൊടി. തീ ഓഫാക്കിയതിന് ശേഷം അതിട്ടിട്ട് നന്നായി ഇളക്കുക. ഇപ്പോൾ നാളികേരം വറുത്തത് ചൂടാറിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ജാറിലേക്ക് ചേരാം.
ഇതിലേക്ക് ഈ നാളികേരത്തിൻ്റെ കുറച്ച് മീത നിൽക്കണ കണ്ടത്ര വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളം ഒപ്പത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം അടിച്ചെടുക്കാം മിക്സിയിൽ. ഇനി നമുക്ക് നമ്മുടെ കടല നല്ലോണം വെന്തിട്ടുണ്ട്. അത് അയർ കളഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വെന്ത്. ഇനി നമുക്ക് നാളികേരം വറുത്ത പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. തീ കത്തിക്കാം. ഇതിലേക്ക് ഒരു തക്കാളി ഒരു സബോളയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3-4 പച്ചമുളക് നടുമുറിച്ച് കിട്ടും. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കും. സബോള വേഗം വാടാനായിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. ഇത് വാട്ടണം. അപ്പോൾ നമ്മുടെ സബോളയും തക്കാളിയും നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ഒഴിച്ചു. ഇതിലേക്ക് അടിച്ചു വെച്ച നാളികേരം ചേർക്കാം. ഇനി ഒരു 1/2 സ്പൂണോളം ഉപ്പ് ചേർക്കാം. നന്നായി തിളപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച കടലക്കറി 2-3 തളയൊക്കെ തിളച്ച് കഴിഞ്ഞ് നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം. ഇനി ഈ അടുപ്പത്തേക്ക് താളിക്കാനായിട്ട് ഒരു ബൗൾ വയ്ക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കുക. ഒരു 4 ചുവന്നുള്ളി അരിഞ്ഞത്. കുറച്ച് വേപ്പില. തീ കുറച്ച് മൂപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി ചുമന്ന് മൂത്തിട്ടുണ്ട്. തീ ഓഫാക്കാം. എന്നിട്ട് ഇത് നമുക്ക് കടലക്കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ കടല വറുത്തരച്ച കറി തയ്യാർ. ഇത് വളരെ സ്വാദിഷ്ടമായ കടലക്കറിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വിഭവങ്ങൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.